ഇപ്പോൾ എന്തുകൊണ്ടാണ് സദാനന്ദ ഗൗഡ അതൃപ്തനായി മാറുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട ആ തർക്കം ആണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂരു നോർത്തിൽ രണ്ടാമതൊരിക്കൽ കൂടി അല്ലെങ്കിൽ വീണ്ടും ഇടം നൽകാൻ ഇപ്പോൾ BJP തയ്യാറായിട്ടില്ല എന്നതാണ്. അവിടെ ശോഭ കരന്തലജെ ആണ് സ്ഥാനാർത്ഥി എന്ന് BJP ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ മനു. അതെ, ഈ ശോഭ കരന്തലജെ അവിടെ ഈ ഉടുപ്പി അവിടെ കേന്ദ്രമായാണ് അവർ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഉടുപ്പി ഭാഗത്ത് കരന്തലജയ്ക്ക് ഒരു ഇമേജ് ഇല്ലാത്ത സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് തോന്നുന്നു. അതെ അതെ, അവിടുത്തെ ആളുകളെല്ലാം കൂടെ പിന്നെ കേന്ദ്ര നേതൃത്വത്തിന് ഒരു പരാതി അയച്ചു, ഇവരെ ഇനി ഇവിടെ മത്സരിപ്പിക്കരുത്, ഇവർക്ക് ഭയങ്കരമായ വിയോജിപ്പുണ്ട്. ശോഭ കരന്തലജെ നമുക്കറിയാം അത്ര BJPക്ക് പെട്ടെന്ന് തഴയാൻ കഴിയുന്ന ഒരു നേതാവല്ല. ഒന്ന്, അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ സംഘടനാ പ്രവർത്തനവുമായി വന്നിട്ടുള്ളതാണ്, മുഴുവൻ സമയ പ്രവർത്തകയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആളാണ്. മാത്രമല്ല ഇപ്പം ഈ കർണാടകയിൽ BJP ഇപ്പം യെദ്യൂരപ്പയുടെ മകനാണല്ലോ അവിടുത്തെ BJP അധ്യക്ഷനായിരിക്കുന്നത്. അപ്പോൾ വിജയേന്ദ്രയും ഒക്കെ ഇപ്പം യെദ്യൂരപ്പ എപ്പോഴും കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം എന്ന തരത്തിൽ ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കുറെ കൂടി ഒരു നല്ലൊരു മണ്ഡലം എന്ന നിലയിലാണ് ഈ സദാനന്ദ ഗൗഡയുടെ മണ്ഡലം ബാംഗ്ലൂർ നോർത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, അത് ഈ BJPയുടെ ഈ പട്ടിക പുറത്തു വന്നപ്പോൾ കുറേ വലിയ ആളുകളെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി, ചില ആളുകളെയൊക്കെ വീണ്ടും അവസരങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഈ ഒരു മാറ്റം. അതാണ് സദാനന്ദ ഗൗഡയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അത് ഇവർക്കൊരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇവർക്കെതിരെ ശക്തമായി ഉണ്ട് എന്നതുള്ളത് കൊണ്ട് തന്നെ ശോഭ കരന്തലജയെ അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പക്ഷേ BJPക്ക് കഴിയില്ല. കാരണം ഒന്ന്, ഇപ്പോൾ BJPയുടെ കർണാടക ഘടകത്തിന് വലിയ സ്വാധീനമുള്ള ഈ യെദ്യൂരപ്പയുടെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് ഉണ്ട് എന്നത് കൂടിയൊരു വലിയൊരു വിഷയമാണ്. റൈറ്റ്. എന്തായാലും കരന്തലജയെ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അത് സദാനന്ദ ഗൗഡയെ മാറ്റി നിർത്തിക്കൊണ്ടാണ്. നിലവിലെ MP കൂടിയാണ് എന്നതാണ്. അദ്ദേഹത്തിന് മറ്റെവിടെയെങ്കിലും ഇടം ലഭിക്കുമോ എന്നത് സംബന്ധിച്ചും അവ്യക്തതയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയുടെ ഫലമായി മൈസൂരു സീറ്റ് കോൺഗ്രസ് ഈ ഗൗഡയ്ക്ക്, സദാനന്ദ ഗൗഡയ്ക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നതാണ് വിവരം. ഒരുപക്ഷെ 2 ദിവസത്തിനകം തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം കോൺഗ്രസിൽ നിന്നുണ്ടാകും എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ YCK വിദ്യാസാഗർ ആണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥി. ആ BJP സ്ഥാനാർത്ഥിക്കെതിരെയായിരിക്കുമല്ലോ മനു സദാനന്ദ ഗൗഡ പോരിനിറങ്ങുക. ഈ സദാനന്ദ ഗൗഡ അവിടെ നമ്മൾ ഈ കർണാടക രാഷ്ട്രീയം പ്രധാനമായി നോക്കുകയാണെങ്കിൽ ലിംഗായത്തുകൾക്കും അതുപോലെ ഒക്കലികകൾക്കുമാണ് അവിടെ ഒരു വലിയ പിന്തുണ. ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെയാണ് ഇതിലെ നീക്കങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഒരു ഒക്കലിക സമുദായത്തിൻ്റെ വലിയ പിന്തുണ സദാനന്ദ ഗൗഡയ്ക്കുള്ള ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സൗത്ത് കർണാടകയിൽ എവിടെയെങ്കിലും മത്സരിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വലിയ ശക്തിയായി വരും എന്ന ഒരു കാഴ്ചപ്പാട് പിന്നെ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ മൈസൂരുവിൽ വരികയാണെങ്കിൽ ആ സീറ്റ് അവിടെ നിന്ന് സദാനന്ദ ഗൗഡയ്ക്ക് ജയിക്കാനാകും. മാത്രമല്ല കോൺഗ്രസിന് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടില്ല. മൈസൂർ പോലുള്ള പ്രദേശങ്ങളിൽ JDSന് വലിയ കരുത്തുണ്ട്. അവിടെ ഈ HD കുമാരസ്വാമിയും അദ്ദേഹത്തിൻ്റെ പിതാവിനും ഒക്കെ ദേവഗൗഡയ്ക്കാണ് പ്രധാനമായും അവിടെ ഒരു പിന്തുണ. ജനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ്. ആ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ BJPക്ക് അനുകൂലമായി വരികയാണ്. അപ്പോൾ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ഒരു കോൺഗ്രസ് പരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്.